ഇപ്പം ഇട്ടേക്കുന്ന കുതിരച്ചാണാനാണ്. അതിൽ ചീരവിത്താണ് ഇത്. ചീരവിത്ത് പൊടിച്ചത് നിങ്ങൾക്ക് തന്ന് അയച്ച ചീരവിത്താണ്. വാത്താക്ക കീരവിത്താണ്. ഇനിയിപ്പോൾ കീരവിത്ത് തീർന്നു. ഇനി ഉള്ളവർക്കെല്ലാം ഇത് നട്ട് കീരവിത്ത് എടുത്ത് കൊടുക്കും. ഇനി വിളിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം, എല്ലാവരും അമ്മമാരെ എനിക്ക് വിളിക്കുന്നുണ്ട് ചീരവിത്തിന്. ചീരവിത്ത് തീർന്നു. ഇനി ഇത് നടനയെ കുറിച്ചാണ് ദാ കുതിരച്ചാണാനും ആട്ടുമുളക്കയും കൂടെ ഇട്ടില്ല. ഇതേ കണക്ക് നിങ്ങളെല്ലാവരും ഇട്ട് നനച്ച്, ഇത് 2 പ്രാവശ്യം നനച്ചിട്ടേക്കണേന്. നനച്ചിട്ട് ഇതേ കണക്ക് കീര നടമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ദാ ഇതേ കണക്ക് ഒരു കമ്പെടുക്കുക, തോണ്ടി കുഴിച്ച് വയ്ക്കരുത്. ദാ ഈ 2 എണ്ണം വെച്ചു, 2 എണ്ണം ചെയ്ത് കുഴിക്കകത്ത് വെച്ചു, മണ്ണിട്ടു. ദാ 2 എണ്ണം നട്ടുവെച്ചു, മണ്ണിട്ടു. ദൂരെ ദൂരെ നട്ടാൽ മതി, കൈ കൊണ്ട് തോണ്ടരുത്. ദാ അതിൻ്റെ മൂട്ടിൽ, ദാ അടുത്ത മൂട്ടിൽ മണ്ടേ കൂടെ വെള്ളം ഒഴിക്കരുത്. മൂട്ടിൽ വെള്ളം ഒഴിക്കണം. എപ്പോഴും നിങ്ങൾ കൈ കൊണ്ട് തോണ്ടി വെക്കേണ്ട കാര്യമില്ല. ഇതണക്ക് ഒരു കമ്പെടുത്ത് ഒരു ഹോളിടുക. ഹോളിട്ടിട്ട് ആ കുഴിക്കകത്ത് പയ്യെ കീര തങ്ങ് ഇറക്കി വെച്ച് കൊടുത്താൽ ദാ കൈ കൊണ്ട് ഹോളെടുക്കുമ്പോൾ ഇതാണ്ട എല്ലായിടത്തും ആയി കഴിഞ്ഞു. ഈ മണ്ണിലങ്ങ് ലയിച്ചോളും. ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ഇതാ ഒന്ന് അഴിവിയാലേ മറ്റൊന്ന് വളമാവുള്ളൂ. എല്ലാം ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. വളമെന്ന് പറയണത് ആട്ടുമ്പുളക്കൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഇതാ വാര്യം കളയ വേണ്ട ഉളുക്കാൻ കിട്ടും. ഇനി ഇതിനകത്ത് ജോലിയൊന്നുമില്ല, കംപ്ലീറ്റ്. ഇനിയിപ്പം